പല വർണ്ണത്തിൽ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ഇവ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സമുദ്രജലത്തിൽ ഓടിക്കളിച്ചിരുന്ന ഞണ്ടുകൾ ഇപ്പോൾ നമ്മുടെ മീൻകറിച്ചട്ടിയിലാണ്. ഈ ഞണ്ടുകളെ വൃത്തിയാക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം വൃത്തിയാക്കാൻ. ഞണ്ടുകളുടെ സ്വയം രക്ഷയ്ക്കായി അവർക്കുള്ള മുള്ളുകൾ അഥവാ കുറുങ്കാലുകൾ നീക്കം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. അല്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ കൊള്ളും. വൃത്തിയാക്കുമ്പോൾ വൃത്തിയാക്കാൻ വിട്ടുപോയാലോ കഴിക്കുന്ന സമയത്ത് നമ്മുടെ വായിലും കൊള്ളും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇവ ക്ലീൻ ചെയ്യാൻ. ഞണ്ടുകളുടെ പുറന്തോട് നീക്കം ചെയ്യുമ്പോൾ അവരുടെ മാംസള ഭാഗം കാണാം. അപ്പോൾ പൂവ് നീക്കം ചെയ്യുക, അവരുടെ വേസ്റ്റുകൾ എടുത്തു കളയുക, മാറ്റുക. പല വർണ്ണങ്ങളിലുള്ള തോടുകളാണ് ഞണ്ടുകൾ. ദേ കണ്ടോ, അതെന്താ അങ്ങനെ? പല ടീമുകളാണോ ഇവർ? എന്തോ അറിയില്ല. എന്താണേലും യവന്മാരെ പെട്ടെന്ന് വൃത്തിയാക്കിയെടുത്ത് നമ്മുടെ പണിയിലേക്ക് കടക്കാം. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടിലേക്ക് ഉപ്പ് വിതറി കൊടുക്കുക. ഒപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം 1 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് അവയെ ഇളക്കി മറിക്കുക. മസാല എല്ലായിടത്തും പിടിക്കണമെന്നർത്ഥം. അരമണിക്കൂറിന് ശേഷം ഇരുമ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുത്ത് ഇരുമ്പിച്ചട്ടിയിലെ വെള്ളം തോർന്നു വരുമ്പോഴത്തേക്കും ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ച് അത് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ കുറുങ്കാലുള്ള ഞണ്ടുകളെ നേരെ നിവർത്തി വെച്ചു കൊടുക്കുക. ഞണ്ട് മുരിഞ്ഞു വരുമ്പോഴത്തേക്കും 2 വശങ്ങളും മറിച്ചിട്ട് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് 1ഉം 2ഉം തവണയായി ഞണ്ടുകളെ ഫ്രൈ ചെയ്ത് മാറ്റുക. ഞാൻ ഇവിടെ വെളിച്ചെണ്ണ കുറച്ച് വീത്തിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ പ്രധാന ഘടകമായ സവാള അരിഞ്ഞു മാറ്റുക. എന്നിട്ട് ഈ ഞണ്ട് മൂപ്പിച്ചെടുത്ത എണ്ണയിലേക്ക് സവാളയും കരിയപ്പലയും മാത്രം ചേർത്ത് മൂപ്പിച്ചെടുക്കുക. ഇതേപോലെ ചുമന്ന നിറമായി വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു വെച്ചിരിക്കുന്നത് കൂടി ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടിയങ്കല്ലിൽ ഇടിച്ചെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇതേപോലെ വെട്ടിത്തിളക്കുമ്പോൾ മുളക് പൊടി കൂടി കുറച്ചുകൂടി ഇട്ട് കൊടുത്ത് ഗ്രേവി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ല കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഞണ്ടിനെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്നുകൂടി മൂപ്പിച്ചെടുക്കുക. അതിന്റെ എല്ലാ വെള്ളവും വറ്റി തീരുമ്പോഴത്തേക്കും ഇതുപോലെ വെളിച്ചെണ്ണ വീത്തി ഒന്നുകൂടി ഇളക്കി മറിച്ചതിന് ശേഷം പച്ച വാഴയില വാട്ടി അതിലേക്ക് ഈ ഞണ്ടിനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വട്ടത്തിലരിഞ്ഞ സവാള വെച്ച് അവയെ അലങ്കരിച്ചെടുക്കുക. ഒപ്പം തക്കാളി, നാരങ്ങ കൂടി വെച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഞണ്ട് ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോഴെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിപ്പോ നോമ്പാണ്. നോമ്പായത് കൊണ്ട് വാഴയിലയിൽ പൊതിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം കഴിക്കാൻ നേരത്തെ എടുക്കത്തുള്ളൂ. ഞണ്ട് റോസ്റ്റ് ബഹുകേമം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആണ്. ഞാൻ ഇതുവരെ ഞണ്ട് റോസ്റ്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നതും ഇതിനാണ്.